ഈ ടീസർ അവസാനിക്കുന്നിടത്ത് ഇതിനേക്കാൾ അപകടകരമായിട്ടുള്ള വാചകമുണ്ട്. നിങ്ങളുടെ മകൾ അടുത്ത ഒരിര ആകുന്നതിൻ്റെ മുൻപ് പ്രതികരിച്ചോളി എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാർ തമ്മിൽ എന്താ പാടില്ല, അടുക്കാൻ പാടില്ല, സഹകരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല, അവരെപ്പോഴും വിദ്വേഷത്തിൽ നിൽക്കണം. അപ്പോൾ അതിനുള്ളൊരു മരുന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ തലമാണ് ഏറ്റവും ഗൗരവമായ വിഷയം. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന അതിൻ്റെ ഭാഗം 2, ആ സിനിമയുടെ ഭാഗം 2ൻ്റെ ടീസർ പുറത്തു വരുന്നത് ഏകദേശം ഒരു 3 വർഷത്തോളം മുമ്പാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങിയത് 3 വർഷത്തോളം മുമ്പാണ്. അതിനുശേഷം അതിൻ്റെ 2ാം ഭാഗം എന്ന് പറഞ്ഞ് പുറത്തു വരുമ്പോൾ അത് വിവാദമാകുന്നത് അതിൻ്റെ ടീസറിലുള്ള ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ടാണ്. കുറച്ച് പേരിങ്ങനെ മുസ്ലിം വേഷം ധരിച്ച കുറച്ച് പേര് ഒരു അമുസ്ലിം വേഷം ധരിച്ച ഒരു പെൺകുട്ടിയെ ബീഫ് തീറ്റിക്കുന്നു, നിർബന്ധപൂർവ്വം തീറ്റിക്കുന്നു എന്നതൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ്റായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗ സിനിമയും തന്നെ ഈ രൂപത്തിൽ മതപരിവർത്തനവും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വലിയ ഭീകരവാദ പ്രവർത്തനമൊക്കെ കേരളത്തിൽ നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു നരേറ്റീവായിരുന്നു അന്നത്തെ ആ സിനിമ പുറത്തുവിട്ട സന്ദർഭത്തിലുണ്ടായത്. ഇപ്പോൾ വീണ്ടും കേരളത്തെ അവമതിക്കുന്ന രൂപത്തിൽ അത്തരമൊരു വിവാദത്തിലേക്ക് തന്നെയാണ് അതിൻ്റെ 2ാം ഭാഗം കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ആ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഈ ഒരു സിനിമയെ ഇപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ കണ്ടന്റുകൾ കൊണ്ട് വിവാദമാകുന്ന സിനിമകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവസാനം പറഞ്ഞു വെക്കുന്നൊരു വാചകമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇത് ആ ഒരു അർത്ഥത്തിൽ സിനിമയായി കണ്ടാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ വിവാദങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഹമീദ് മാഷ്. പൊതുവിൽ ഇപ്പോൾ നമ്മൾ ഈ സിനിമ ഇറങ്ങിയിട്ടില്ല, ഈ ടീസറാണ് ഇറങ്ങിയിട്ടുള്ളത്. ആ ടീസറിനോട് കേരളീയ സമൂഹം പ്രതികരിച്ചത് പൊതുവെ ഒരു അവജ്ഞയോടെയാണ് നമുക്ക് നോക്കിക്കാണുന്നത്. അത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അതിനെ അനുകൂലിക്കേണ്ടവർ പോലും ഇത്ര ഒരു വൃത്തികെട്ട രീതിയിൽ കേരളത്തെ ജനങ്ങളെ ഒരു ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്ന രീതിയിൽ തന്നെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ കുറച്ച് പേരെങ്കിലും അതിനുള്ളൊരു കൗണ്ടർ പറയാൻ ശ്രമിക്കുന്നത് ഇത് ഒരു സിനിമയാണല്ലോ, അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടൊരു സ്വാതന്ത്ര്യം നൽകിക്കൂടെ, അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകിക്കൂടെ, എന്നിട്ട് മറ്റു ചില സിനിമകളെ കൂടെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ തന്നെ ഇറങ്ങിയ ചില സിനിമകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ അത് നമുക്ക് അങ്ങനെ എടുക്കാൻ നിവൃത്തിയില്ലാത്തതിന് കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് കേരള സ്റ്റോറി, പിന്നെന്താ സംതിങ് ബിയോണ്ട് എന്തോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ സ്പെസിഫിക്കാണ്. അതിനകത്തൂടെ ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇമേജിനെയാണത് ടാർണിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മിനിഞ്ഞാന്നോ മറ്റോ വന്നൊരു വാർത്ത കണ്ടിരുന്നു, ഒരു സിനിമയ്ക്ക് ഹേയ് ഭഗവാൻ എന്ന് ടൈറ്റിൽ കൊടുത്തപ്പോൾ സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചു. വെച്ചാൽ ഭഗവാൻ എന്നുള്ള പദപ്രയോഗം അതിനകത്തുള്ളതുകൊണ്ട് അത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഈ സെൻസർ ബോർഡ് എന്ത് ചെയ്തു, കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അത്ര സൂക്ഷ്മത സെൻസർ ബോർഡിനുണ്ടെങ്കിൽ ഈ അതിരുകൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകളെക്കുറിച്ച് ഉള്ളൊരു വ്യക്തമായ ബോധ്യത ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ പദപ്രയോഗത്തിനും അതിൻ്റേതായിട്ടുള്ള ചില അപകടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ഇടപെടേണ്ടതായിരുന്നു. 2, ഇത് കേവലം ഒരു സിനിമയായിരുന്നെങ്കിൽ അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കേരള സ്റ്റോറി വന്ന സമയത്ത് അത് ചില സഭകൾ അത് കോളേജുകളിൽ അവരുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കാണിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറുമൊരു സിനിമയായിട്ടാണ് അതിനെ കണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലോ. അപ്പോൾ സിനിമയ്ക്കപ്പുറം അതിന് കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്, ഒരു സന്ദേശമുണ്ട് എന്ന് അവരൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഉത്തരേന്ത്യൻ കഥ, ഒരു UP കഥ എന്ന് പറഞ്ഞിട്ട് വന്നാലോചിച്ച് നോക്കൂ. അവിടെ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒരു ഡോക്യു ഫിക്ഷൻ രൂപത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിലോ ഇവിടെ ഉണ്ടാകാനിടയുള്ള അതിഭീകരമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ട്. കേരളത്തിലടക്കമുള്ള ആളുകൾ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കുകയാണ്. അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കുന്നു, വലുതാക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടുള്ള ഈ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഈ സിനിമ തുടക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ ടീസറിനകത്ത് തന്നെ വെച്ചാൽ ഇൻഷാ അല്ലാഹ് അടുത്തൊരു 25 വർഷം കൊണ്ട് കേരളം ഒരു മുസ്ലിം സ്റ്റേറ്റായി മാറുന്നതാണ്.
അത് വളരെ കൃത്യമാണല്ലോ. ഇൻഷാ അള്ളാഹ് പറയുന്നു, അത് മറ്റാരും പറയാറില്ല, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി മാത്രം പറയുന്നതാണ്. മാത്രമല്ല എന്താകുന്ന പറയുന്നത്, ഒരു മുസ്ലിം സ്റ്റേറ്റ് ആവുന്നുള്ളത്. അപ്പോൾ അവിടെ രാഷ്ട്രീയമായ കൃത്യമായ സന്ദേശമുണ്ട് എന്നുള്ളതാണ് തീരുന്നത്. നാലാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഈ ഇപ്പോൾ കഴിഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്തും അതിൻ്റെ വക്താക്കൾ, ഇപ്പോഴുള്ള പുതിയ വക്താക്കളൊക്കെ ഇതിനെ ന്യായീകരിക്കാൻ കേരളത്തിൽ നിന്നു തന്നെയുള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കലങ്ങിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ആയിരിക്കാം, പക്ഷെ എങ്കിൽ പോലും അന്ന് തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചുള്ള കാര്യമാണിത്, അപകടമുണ്ടത്. ഈ അടുത്ത കാലത്തും ചില പ്രസ്താവനകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ്, ഇതിന് ഇവിടത്തേക്കാൾ കൂടുതൽ റീച്ച് നോർത്ത് ഇന്ത്യയിലുണ്ട് എന്നുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള ചില പ്രസ്താവന, ഇപ്പോൾ VS-ൻ്റെ ആണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഒക്കെ പ്രസ്താവനകൾ, ഇതിനൊക്കെ വളച്ചൊടിച്ചും നേരെയൊക്കെ എന്താണ് ഇതിനകത്ത് ന്യായീകരണത്തിന് ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ ഒരു സിനിമയ്ക്കപ്പുറം ഒരു രാഷ്ട്രീയനത്ത് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താ വെച്ചാൽ, ഈ ഒരു ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ഇതൊരു വർഗീയവൽക്കരണ ശ്രമമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പിണറായി, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി ഇതിനെതിരെ എന്ത് ചെയ്തിട്ടു, ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. അപ്പോൾ അദ്ദേഹം ഈ മെഗാ ക്യൂസിൻ്റെ പരിപാടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കുട്ടികളോട് അതിനെക്കുറിച്ച് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, ഇവിടെ CPM യഥാർത്ഥത്തിൽ ഇത് അത്ര അപകടകരമാണ് എന്ന് മനസ്സിലാക്കുകയും ഉണ്ടെങ്കിൽ ഒരു തിയേറ്ററിലൂടെ പ്രദർശിപ്പിക്കില്ല. CPM-ൻ്റെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയെ മറികടന്നുകൊണ്ട് ഇവിടെ ഒരു സിനിമ അങ്ങനെ പ്രദർശിപ്പിക്കാൻ എളുപ്പമാകില്ല. പക്ഷേ അത്രമാത്രം ഒരു പ്രൊട്ടസ്റ്റ്, തീവ്രമായ ഒരു പ്രൊട്ടസ്റ്റിലേക്ക് പോകുന്നില്ല. അതെന്തായാലും ഒരു ലൈറ്റ് മോഡലാണ് ഇപ്പോഴും കാണുന്നത് എനിക്ക് തോന്നുന്നത്. പേരിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ബീഫ് ഫെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ വെച്ചാൽ അതെന്താ ഒരു കാര്യത്തിനെതിരെ നടക്കുന്നൊരു സമരം ശരിക്കും അതിൻ്റെ കോറിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട് നോക്കണം. ഒരു ടാർഗറ്റിലേക്ക് വെടിവെക്കാതെ അവിടെ ഇവിടെയും വെടിവെച്ചാൽ എന്ത് ചെയ്യില്ല, അതിന് പ്രത്യേകിച്ച് ഫലം ഉണ്ടാവില്ല. ചിലപ്പോൾ അത് വേറെ ആർക്കെങ്കിലും പോയിക്കൊള്ളും, അല്ലെങ്കിൽ ഗുണമല്ലാത്തതും സംഭവിക്കാനിടയുണ്ട്. പിന്നെ ഒരുപാട് ഈ പ്രൊപ്പഗണ്ട സിനിമകൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു സിനിമയാണെങ്കിൽ എന്തും ആകാമെന്നാണോ, എത്ര വലിയ നുണ എന്ത് ചെയ്യാം, പറയാം എന്ന രൂപത്തിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ സെൻസർ ബോർഡിൻ്റെ ഒരു പ്രസക്തി എന്താ? അത് പറയാനാണെങ്കിൽ സെൻസർ ബോർഡ് ആവശ്യമില്ലാന്നുണ്ട്. പിന്നെ നമുക്കറിയാം വ്യക്തമായി എന്താ വെച്ചാൽ വെറുപ്പ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി എത്ര വലിയ കള്ളവും പറയാമെന്നുള്ളതാണ്. അപ്പോൾ 32,000 പെൺകുട്ടികൾ ഇവിടെ നിന്നും കടത്തപ്പെട്ടു സിറിയയിലേക്ക് പോയി എന്നാണ് പറഞ്ഞിട്ടുണ്ട്. മൊത്തം ഈ UN-ൻ്റെ അടക്കം കണക്കനുസരിച്ച് 40,000-ൽ 42,000 ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് സിറിയയിലേക്ക് പോയിട്ടുള്ളൂ. അതിലേറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിൽ കണക്കനുസരിച്ച് 60-66 ആളുകളെ പോയിട്ടുള്ളൂ. അതിൽ കേരളത്തിൽ നിന്ന് 20-23 ആളുകൾ, 3 പെണ്ണുങ്ങൾ. അപ്പോൾ ഈ 3-നെയാണ് 32,000-ആയിട്ട് പർവ്വതീകരിച്ചത്. അത് കൃത്യമായ നമ്പർ പറയണം അവിടെ. അത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് അതിനെ അവഗണിക്കാമായിരുന്നു. ഇവിടെ ഇതിന് ശേഷം ഈ ടീസർ അവസാനിക്കുന്നിടത്ത് ഇതിനേക്കാൾ അപകടകരമായിട്ടുള്ള വാചകമുണ്ട്, നിങ്ങളുടെ മകൾ അടുത്ത ഒരിര ആകുന്നതിൻ്റെ മുൻപ് പ്രതികരിച്ചുള്ളൂ എന്നാണ്. അപ്പോൾ ഇതൊക്കെ എത്ര കണിശമായ രാഷ്ട്രീയ പ്രയോഗമാണെന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി ഇതിപ്പോൾ ഒരു ടീസർ എന്നുള്ള അർത്ഥത്തിൽ ഒരു ഹൈപ്പിന് വേണ്ടി മാത്രം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഉപയോഗിച്ചതാണ്. പക്ഷേ കേരളം എന്നൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു പൈശാചികവൽക്കരണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമേജ്, കാരണം ഈ സംസ്ഥാനത്തിന് സർവൈവ് ചെയ്യണ്ടേ, ഇവിടുത്തെ ജനങ്ങൾക്ക് പുറത്തു പോയിട്ട് സർവൈവ് ചെയ്യണ്ടേ, അവിടെ എത്തിപ്പെടുന്നൊരു കേരളീയനെ, ഒരു മലയാളിയെ, പ്രത്യേകിച്ചൊരു മലയാളി മുസ്ലിമിനെ ഏത് രീതിയിലായിരിക്കും പുറത്ത് കാണുക? അപ്പോൾ അതൊരു അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഇനി ആലോചിച്ച് നോക്കുക, NIA ആണ് കേസ് അന്വേഷിച്ചത്. അത് മോദി സർക്കാർ ഇവിടെ ഉള്ള സമയത്ത് തന്നെ NIA കേസ് അന്വേഷിച്ചു. എന്നിട്ട് ലവ് ജിഹാദില്ല, ഇത്തരത്തിലുള്ള കടത്തിക്കൊണ്ടുപോലുകളില്ല എന്ന് NIA ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ആ NIA ആരുടെ കീഴിലാണോ ആ മോദി തന്നെ എന്ത് ചെയ്തു, തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ നിങ്ങൾ കേരള സ്റ്റോറി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ശരിക്കും സംഭവിക്കുന്ന എന്താണ്, തൻ്റെ സ്വന്തം സർക്കാരിൻ്റെ കീഴിലുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ഏജൻസി, ആ ഏജൻസി അന്വേഷിക്കാൻ കൊള്ളാത്തൊരു ഏജൻസിയാന്ന് പറയലേ എന്ത്,
അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല എന്ന് പറയുക. പറയാതെ പറയാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയൊക്കെ വെച്ചാൽ നമ്മൾ ശരിക്കും മനസ്സിൽ സ്വന്തം പല്ല് കുത്തിയിട്ട് മണക്കുന്ന പരിപാടിയാണ് ശരിക്കും അതിനകത്തോട് ചെയ്തത്. അപ്പോൾ ഒരു പരാജയത്തെ സ്വയം അംഗീകരിക്കുന്നത് പോലെയുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെ അവയുടെ ഒരു വൈകാരിക അംശമൊക്കെ ചോർന്നു പോകാതെ സിനിമയാക്കാറുണ്ട്. പക്ഷെ അപ്പം എന്ത് ചെയ്യണം, അത് ജനറലൈസ് ചെയ്യരുത്. അത് ആ രീതിയിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പെൺകുട്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അങ്ങനെ ഇപ്പോൾ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥ നമുക്കറിയാം. പാലക്കാട്ടുകാരിയായിട്ടുള്ള പെൺകുട്ടി അവരുടെ അമ്മയൊക്കെ ചാനലുകളിൽ വന്ന് കരഞ്ഞിരുന്ന് നമുക്കറിയാം. അവരുടെ വൈകാരികമായ പ്രയാസത്തെ നമ്മൾ അംഗീകരിക്കുന്നു. അത് അങ്ങനെയാണ് ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് വളരെ യാഥാർത്ഥ്യബോധമുള്ള അതിൻ്റെ വൈകാരിക ക്ഷമതയോട് അനുകൂലം നിൽക്കാവുന്ന ഒന്നായിട്ട് മാറുമായിരുന്നു. ഇനി എന്താ വെച്ചാൽ ഇവിടെ കേരളത്തിൽ നമുക്കറിയാം, ഇത്തരം വർഗീയതകളോട് ഏറ്റവും ശക്തമായ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഒപ്പം നമ്മളിവിടെയുള്ള മതസംഘടനകൾ, മുസ്ലിം മതസംഘടനകൾ പ്രത്യേകിച്ചും അതിൻ്റെ തുടക്കം തൊട്ട് തന്നെ അതിന് ശക്തമായ വ്യക്തമായ എതിർപ്പ് ചെയ്തിട്ടുണ്ട്. ആഗോളതലത്തിൽ രൂപം കണ്ട അത്തരത്തിലുള്ള ആശയപ്രചരണങ്ങളെ അതേപടി ഇവിടെ പകർത്തുകയും വലിയ സമ്മേളനങ്ങളിൽ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതിനെ എൻഡോസ് ചെയ്യുന്ന, ഇതിനെ ബലപ്പെടുത്തുന്ന, ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രവണതയും കേരളത്തിലില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊക്കെ ചെയ്യുന്ന എന്താണ്, ഇപ്പോൾ ഒന്നാമത്തെ കേരള സ്റ്റോറി ചെയ്തത് ഇവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്ത ക്രിസ്തീയ വിഭാഗങ്ങളിലെയും ഹിന്ദു വിഭാഗങ്ങളിലെയും പെൺകുട്ടികളെ മോശമായിട്ട് ചിത്രീകരിക്കുക ചെയ്തത്. അവരിങ്ങനെ എന്താ വെച്ചാൽ ഈ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് നിൽക്കുക. അതിന് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല, നാട്ടിൽ നിന്ന് കിട്ടുന്നില്ല, സ്വന്തം സമുദായത്തിൽ നിന്ന് കിട്ടുന്നില്ല. അതെ. അപ്പം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ മതം മാറിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് എങ്ങനെയും എന്ത് ചെയ്യുന്നു, ഇപ്പോൾ സിറിയയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് ആരുടെങ്കിലും സ്നേഹം ഒരു കരവലയത്തിലൊന്ന് അമരണം. ഇത് പറയുന്നത് പോലെയല്ലേ ഇത്. അപ്പോൾ ഈ പെൺകുട്ടികൾ 32,000 ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ സമുദായത്തെ സംബന്ധിച്ചോളം തച്ച് ശരിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അവരുടെ സ്വന്തം പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം നൽകാൻ കഴിയാത്ത, സ്നേഹം നൽകാൻ കഴിയാത്ത, ഇത്തരത്തിലുള്ളൊരു പരിലാളനം നൽകാൻ കഴിയാത്ത വിധം അപകടകരമായൊരു പതനമാണ് ആ മതസമൂഹങ്ങളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ മതസമൂഹങ്ങളെ തിരുത്തേണ്ടത്. അല്ലാതെ വേറുള്ളവർ തലയിൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ശരി, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ചിലപ്പോൾ ISISനെ സംബന്ധിച്ചോളം 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് ഈ സിറിയയിലേക്ക് അന്ന് ആളുകൾ ചേക്കേറിയിട്ടുണ്ട്. അതൊരു ഫിനോമിനനാണ്, അത് പഠിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ബൊക്കെ ഹറാമോ അല്ലെങ്കിൽ താലിബാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഫ്യൂജിയോ ഒക്കെ ഉണ്ടല്ലോ, ഇവരാരും എന്ത് ചെയ്യുന്നില്ല, ഇത്തരത്തിൽ വൈഡായിട്ട് എല്ലാ ഭാഗത്തും വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് ISISലേക്ക് മാത്രം ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിൽ നിന്നും ആളുകളെത്തി? ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. അതിൻ്റെ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അത്തരം നെറ്റ്വർക്കുകളുടെ കൺട്രോൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു മുസ്ലിം സംഘടനക്കും കഴിയില്ല. അപ്പോൾ ഇവിടെ ഇതിന് ഫലവത്തായ രൂപത്തിൽ അതിന് പിന്തുണ കൊടുക്കുന്ന എന്തോ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വ്യാപകമായി ഇതിൻ്റെ ആശയത്തെ നിഗൂഢമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രത്യേകിച്ചും എഡ്യൂക്കേറ്റഡായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാനും എന്നിട്ട് അവരിലൂടെ ഈ പറയുന്ന മസ്തിഷ്ക പ്രക്ഷാളനമൊക്കെ നടത്തി ഇവരെ ഈ നാട് വിട്ട് യുദ്ധം ചെയ്യാൻ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തായാലും മുസ്ലിങ്ങളെന്ന് പറയുന്ന ഈ അശുക്കളല്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. രണ്ടിതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്താ, ചിലപ്പോൾ താലിബാൻ തിരിച്ചു വരുന്നു എന്ന് ഒരു വാർത്തയുണ്ട്. അതിശക്തമായി തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ പ്രചരണങ്ങളാണ്. അത് മറ്റു പലതിനെയും മൂടി വയ്ക്കാൻ, മറച്ചു വയ്ക്കാൻ, ഇനിയും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ഒക്കെയുള്ള ചില നിഗൂഢ പദ്ധതികൾ മറ്റു പല ഭാഗങ്ങളിലൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനുള്ള തെളിവോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഗ്രൗണ്ട് ഒരുക്കുന്ന പ്രക്രിയയാണ് പൊതുവെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ വേണം മലയാളിയും മുസ്ലിങ്ങളും ഒക്കെ മനസ്സിലാക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്. അതോടൊപ്പം അഷ്റഫ് ഖാ, ഇപ്പോൾ ഈ ഒരു വിഷയത്തോടെ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ കേരള സ്റ്റോറി ആദ്യ പാർട്ടിനെ പറ്റി പറഞ്ഞു അതൊരു അപൂർവങ്ങളിൽ അപൂർവമായെങ്കിലും ചിലതൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. സത്യത്തിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ബീഫ് നിർബന്ധിച്ച് തീറ്റിക്കുക, അതൊന്നും കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവമേ നമ്മളാരും കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും ഉണ്ടാവില്ല. എന്നാലും അത് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ സമൂഹത്തിൽ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്? അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് വളരെ ഗുരുതരമാണ്. ഇരുതല മൂർച്ചയുള്ള വിഷയമാണത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നിരീക്ഷിച്ച്
അതിനെ ശരിക്കും ദിശ തിരിച്ചിട്ടില്ലെങ്കിൽ തെറ്റായ ഒരുപാട് പ്രവണതകൾ ഭാവിയിൽ ഇതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ നല്ല വന്നു കഴിഞ്ഞു. 2-3 ആംഗിളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നെന്താ വെച്ചാൽ ഇതിൻ്റെ കച്ചവടവൽക്കരണം, അതായത് ഒരു കച്ചവട താല്പര്യം ഉണ്ടല്ലോ, അത് ഇതിൽ പ്രധാനമാണ്. അതായത് ഏത് സിനിമ ആകട്ടെ എന്താവട്ടെ, അത് വിപണനം നടക്കണമെങ്കിൽ അതിലൊരു മുസ്ലിം ചേരുവ ഉണ്ടാവുക എന്നതാണ് അവർ ആദ്യം അവസാനം കണ്ടെത്തിയിരിക്കുന്ന മാർഗം. അത് സിനിമ എന്നല്ല, ഏതൊരു കച്ചവട വസ്തു വിൽപ്പന നടത്തണമെങ്കിലും അങ്ങനെ തന്നെയാണ്. രാത്രിയുള്ള മീഡിയ ചർച്ചകൾ നോക്കി നിങ്ങൾ, ആ മീഡിയ ചർച്ചകളിൽ റേറ്റിംഗ് കിട്ടുന്നത് എപ്പോഴാണ്? ഇങ്ങനത്തെ ഒരു മുസ്ലിം ചേരുവ ഉണ്ടാകുമ്പോഴാണ്. ആ ചേരുവയുള്ള വിഷയമാണെങ്കിൽ അതിനാണ് എന്ത് ചെയ്യുക കിട്ടുക. അല്ലാതെ രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനമോ മറ്റു കാര്യങ്ങളോ അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം ചേരുവയുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു മാർക്കറ്റുണ്ട്. അതാണ് ഒരു വശം, ഇതിലുണ്ട്. രണ്ടാമതൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. കാരണം ഈ വിഭാഗീയത ഇങ്ങനെ നിലനിർത്തി ഊതിക്കത്തിച്ച് നിൽക്കുമ്പോഴേ ഈ വിഭാഗീയ രാഷ്ട്രീയത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ തണുത്ത് പോകുമ്പോൾ, അതായത് മുമ്പൊക്കെ നാട്ടിൽ കുറേ ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസുകൾ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാർ തമ്മിൽ എന്താ പാടില്ല, അടുക്കാൻ പാടില്ല, സഹകരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല, അവരെപ്പോഴും വിദ്വേഷത്തിൽ നിൽക്കണം. അപ്പോൾ അതിനുള്ളൊരു മരുന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ തലമാണ് ഏറ്റവും ഗൗരവമായ വിഷയം. അതാണ് ഞാൻ പറഞ്ഞത് ഇരുതല മൂർച്ചയുള്ള വിഷയമാണെന്ന് പറയാൻ കാരണം. ഇതിൻ്റെ പ്രശ്നം ഉന്നയിക്കുന്നിടത്തും പ്രശ്നമുണ്ട്, അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നിടത്തും പ്രശ്നമുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ വാദത്തിലും പ്രശ്നമുണ്ട്, ഇതിൻ്റെ മറുപടിയിലും പ്രശ്നമുണ്ട്. അവിടെ എനിക്ക് അതിൻ്റെ ഒരു മർമ്മം സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇത് പറയാൻ കാരണം, ഇന്ന് മാതൃഭൂമിൻ്റെ ഒരു മുഖപ്രസംഗമുണ്ട്. അപ്പോൾ ആ മുഖപ്രസംഗം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു മുഖപ്രസംഗമാണ്. അപ്പോൾ അതിൽ മാതൃഭൂമി ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിയൽ കേരള സ്റ്റോറി ഇതല്ല. ഈ ഒരു സിനിമയുടെ 1-ാം ഭാഗത്തെയും 2-ാം ഭാഗത്തെയും നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണത്. എന്നിട്ട് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള കേരള സ്റ്റോറി, കേരളത്തിൻ്റെ വിജയഗാഥ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സമർത്ഥിക്കുന്നത് കുറേ സംഭവങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത് കേരളത്തിലുണ്ടായ കുറേ സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് അതിലൊരു കാര്യം പറയുന്നത്. അതായത് ഒരു സംഭവം പറഞ്ഞത്, ഇപ്പോൾ ക്ഷേത്രോത്സവത്തിന് എഴുന്നള്ളിച്ച ആനയുടെ കാലിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് നോമ്പ് തുറക്കുന്ന ഒരു മുസ്ലിം, അതാണ് ഒരു ഐക്കൺ. അതായത് ഇവിടെയുള്ള റിയൽ സ്റ്റോറിക്കുള്ള ഒരു ഐക്കൺ അതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണെന്നാണ് പറയുന്നത്. അതേപോലെ 2020 മുസ്ലിം പള്ളിയുടെ മുറ്റത്ത് ഹൈന്ദവാചാരപ്രകാരമുണ്ടായ ഒരു വിവാഹം. അപ്പോൾ ആ വിവാഹത്തെ സംബന്ധിച്ചുള്ള ഒരു പാരഗ്രാഫ്. പിന്നെ 2024 തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിന് കമാനം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ, പുനരുദ്ധരിച്ച ശേഷം കമാനം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കമാനം വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് പള്ളിയുടെ വഴിയുണ്ട്, അതിന് കമാനമുണ്ട്. അപ്പോൾ പള്ളി എന്ത് ചെയ്തു, അതിൻ്റെ കമാനം 2ആക്കി മാറ്റിയിട്ട് പകുതിയിൽ ക്ഷേത്രത്തിൻ്റെ പേരും പകുതി പള്ളിയുടെ പേരും വെച്ച് ഒറ്റ കമാനത്തിൽ ഫ്രെയിമിൽ കൊണ്ടുവന്നു. അപ്പോൾ അതാണ് വേറൊരു ഇവിടെയുള്ള ഒരു റിയൽ സ്റ്റോറിയുടെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം എങ്ങനെയാണ്, അതായത് മതത്തിൻ്റെ അതിരുവേലികളെ വഞ്ചിക്കാൻ മലയാളി ഒരിക്കലും മടി കാട്ടിയിട്ടില്ല എന്നാണ്. അതായത് മതപരം അതായത് ഇവിടെ ഇനി ശരിക്കുള്ള റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വിവിധ മതങ്ങൾ അവരുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും കൊണ്ട് നടക്കുക എന്നതല്ല. അതെല്ലാം ഭേദിച്ചുകൊണ്ട്, അതായത് മുസ്ലിം ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ചെയ്യുക, ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ ആചാരങ്ങൾ ചെയ്യുക, ക്രിസ്ത്യാനികൾ ഇവർ രണ്ടുപേരുടേതും ചെയ്യുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അങ്ങനെയുള്ള ഒരു സങ്കര ഇനമായി ഒരു സമൂഹം ഉണ്ടാകുന്നതാണ് യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി എന്നാണ് അതിൽ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേവലം മാതൃഭൂമിയുടെ ഒരു നിരീക്ഷണമല്ല. ഇന്ന് കേരളത്തിൽ പൊതുവെ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ പെറുക്കി കൊണ്ടുവന്ന് ഒരു ഒരു ദാഹമുള്ള പോലെ ഒരു മതസൗഹാർദ്ദം അവിടെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ എന്തൊക്കെയാണോ കിട്ടുക, അതിനിങ്ങനെ ഫീച്ചർ അന്വേഷിച്ച് നമ്മുടെ പത്രലേഖകരൊക്കെ നടക്കുന്നുണ്ട്. അത് നിത്യേന നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കാര്യമാണ്. ഇപ്പോൾ എവിടെയെങ്കിലും
നമ്മളെ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഹിന്ദുവാണ്, ഇപ്പുറത്ത് മുസ്ലിമാണ്, ഇപ്പുറത്ത് ക്രിസ്ത്യാനിയാണ്, എല്ലാവരും അയൽവാസികളും നാട്ടുകാരും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കും. എന്തൊക്കെ സംഭവങ്ങളും കാര്യങ്ങളും മാനുഷികമായി എന്തൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയല്ല ഈ രാജ്യം നിലനിൽക്കുന്നത്. ഇത്രയും വെട്ടിക്കീറാൻ ശ്രമിച്ചിട്ടും ഇവിടെ അതിന് ഒരു ഹോപ്പില്ലാതെ പോയത് എന്തുകൊണ്ട് വെച്ചാൽ അത്രയും മാനുഷികമായിട്ട് ഇവിടെ കേരളത്തിലെ വിവിധ മതദർശനങ്ങൾ തമ്മിൽ എന്താണ്, ആൾക്കാർ തമ്മിൽ എന്താണ്, നല്ല യോജിപ്പാണ്. പക്ഷേ അവരുടെ മതവിശ്വാസം, ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ്, ഹൈന്ദവ മതം എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസമാണ്, ക്രൈസ്തവ മതം എന്ന് പറഞ്ഞാൽ ട്രിനിറ്റിയാണ്, ത്രിയേകത്വമാണ്. ഇതിൽ മൂന്ന് വിശ്വാസമാണ്, ബേസിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ബേസിൽ വ്യത്യാസമുള്ള 3 മതങ്ങളെ ഒരുമിപ്പിച്ച് കൂട്ടി മുന്നോട്ട് പോയാൽ എല്ലായിടത്തും എടുത്താലേ ഇവിടെ സൗഹാർദ്ദമുള്ളൂ. അതാണ് യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി എന്ന ഒരു ബദൽ പരിഹാരം കൊണ്ടുവരുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി യഥാർത്ഥ മതവിശ്വാസത്തിൽ നിൽക്കുന്നവരൊക്കെ തീവ്രവാദികളും കുഴപ്പക്കാരും ഈ കേരള സ്റ്റോറി ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു നരേറ്റീവിൻ്റെ തനി ആവർത്തനം നടത്തുന്ന ആളുകളുമായിട്ട് മാറുകയാണ്. അതായത് കക്ഷി പിന്നെ ഇതിൽ നിന്ന് ഇതല്ല ശരിക്കുള്ള റിയൽ സ്റ്റോറി, കേരള സ്റ്റോറി ഇതല്ല. അത് അവനവൻ്റെ മതത്തിൽ നിൽക്കുമ്പോൾ തന്നെ മാനുഷികമായി മറ്റുള്ളവരോട് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകണം, ഇവിടെ അയൽവാസി വന്നു, അവൻ വേറൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോകാൻ കാശ് കൊടുക്കണം, ഇനി കൂടെ പോകാൻ ആളില്ലെങ്കിൽ കൂടെ പോകണം, അവൻ എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്തു കൊടുക്കണം. അങ്ങനെ മാനുഷികമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. അവരുടെ വീട്ടിലൊരു വഴിയില്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യം, അതിന് വലിയ വിവാഹം ഉണ്ടെങ്കിൽ ആ വിവാഹത്തിന് നടത്താൻ പ്രയാസം ഉണ്ടെങ്കിൽ അതിന് കാശ് കൊടുക്കണം, രോഗം ഉണ്ടെങ്കിൽ ചികിത്സ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചേർന്ന് നിൽക്കേണ്ടത്. അതല്ലാതെ എല്ലാവരും വിശ്വാസം ഒന്നാക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതല്ല, അത് നമ്മളെ ഭരണഘടന അങ്ങനെ തന്നെ പറയണത്. അത് ഭരണഘടനയുടെ അടിസ്ഥാനം എന്താ, വ്യക്തികൾക്ക് മതമാകാം, രാഷ്ട്രത്തിന് മതം പാടില്ല. വ്യക്തികളുടെ മതം പാലിച്ചുകൊണ്ട് തന്നെ പരസ്പരം സൗഹാർദ്ദത്തിലും സഹവർത്തിത്വത്തിലും പോകണം എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു രീതി ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ ഒരു കേരള സ്റ്റോറിയുടെ പ്രശ്നത്തിലേറെ പ്രശ്നം ഇതിന് പരിഹാരമായി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പുതിയ കൾട്ടുകളാണ്, പുതിയ ചിന്താഗതികളാണ്, പുതിയ സംസ്കാരങ്ങളാണ്. അപ്പോൾ ഇനി ഇവിടെ സംഭവിക്കാൻ പോണ യഥാർത്ഥ മതവിശ്വാസികൾ അവരാണ് കുഴപ്പക്കാർ. അപ്പോൾ ഈ കേരള സ്റ്റോറിയെ വിമർശിക്കുന്ന അതേ ഭാഷയിലും അതേ രീതിയിലും എന്ത് ചെയ്യും, യഥാർത്ഥ മതവിശ്വാസികളെ നാളെ മുതൽ ഇവിടെ വിമർശിക്കുവാനുള്ള ഒരു നിലം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന അപകടകരമായ സൂചനയാണ് ഇതിൻ്റെ ബാക്കിപത്രമായി ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇത് ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് ഇവിടെയുള്ള യഥാർത്ഥ മതവിശ്വാസികളാണ്. വിശിഷ്യ ഏകദൈവ വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന മുസ്ലിം വിഭാഗവും മുസ്ലിം സംഘടനകളും ഇത്തരം വിഷയത്തെ ശരിയായ അർത്ഥത്തിൽ നിർദ്ധാരണം ചെയ്തെടുത്തുകൊണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ, ധൈര്യപൂർവ്വം അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ദിവസം മുന്നോട്ട് പോകും തോറും ഇവർ ഇത് പറയാൻ കഴിയാത്ത വിധം തള്ളി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് വിഷയം. ഇതൊരു ഒറ്റവാചകത്തിൽ TP സെൻകുമാർ നമ്മുടെ കാന്തപുരം ഉസ്താദിനെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകം കേട്ടതെന്താ വെച്ചാൽ, അദ്ദേഹം ബഹുദൈവാരാധനയിൽ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, ആശയത്തോട് യോജിക്കുന്നു. അതൊരു അംഗീകാരമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ വിഷയം ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. റിയൽ കേരള സ്റ്റോറി എന്താണെന്നുള്ളത് ഇവിടെ പറയുകയുണ്ടായി. എല്ലാവരും അവനവൻ്റെ മതവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മാനുഷികമായ കാര്യങ്ങളിൽ മറ്റുള്ളവരോട് സഹകരിച്ച് ഈ കേരളം എങ്ങനെയാണോ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്രകാരം തന്നെ മുന്നോട്ട് പോകുന്നൊരു രീതിയാണ് നമുക്ക് വേണ്ടത്.